കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ പതിവ് പോലെ ഇക്കൊല്ലവും ഞങ്ങളെത്തി. കാട്ടാറും കാടും മഴയുമൊക്കെ ചേർന്ന് പ്രകൃതിയുടെ ഊർജപ്രവാഹം മുഴുവനും സ്വന്തമായിട്ടുള്ള കൊട്ടിയൂർ പെരുമാളിൻ്റെ ഭൂമി ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ അങ്ങേയറ്റം ഊട്ടിയുറപ്പിക്കുന്നു. വളപട്ടണം നദിയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വൈശാഖ ഉത്സവ സമയത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകളൊന്നും ഉണ്ടാവുകയില്ല. ഉത്സവ സമയത്ത് ഇവിടെ എത്തുന്നത് പോലും അതീവ പുണ്യമെന്നാണ് പറയുന്നത്. ബാവലിപ്പുഴയുടെ കുറുകെയുള്ള ചിറയിലൂടെയാണ് ഞങ്ങൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ചിറ ഇപ്പോൾ ഒലിച്ചു പോയതിനാൽ പാലത്തിലൂടെയാണ് ഭക്തജനങ്ങൾ അക്കരെ പോകുന്നത്. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടത്തിൽ അവസാനിക്കുന്ന കൊട്ടിയൂർ ഉത്സവം വൈശാഖ മാസത്തിൽ, അതായത് ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. യാതൊരു കൃത്രിമങ്ങളും ഇല്ലാതെ വനാന്തരീക്ഷം അതേപടി നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ. ദക്ഷൻ യാഗം നടത്തിയ യാഗഭൂമിയാണ് ഇത്. യാഗത്തിന് എല്ലാ ഈശ്വരന്മാരും കൂടിയ ഊര് ആയതുകൊണ്ടാണ് ഇവിടെ കൊട്ടിയൂർ എന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം. മറ്റൊരിടത്തും കാണാനാകാത്ത ആചാര രീതികളാണ് നമുക്കിവിടെ ദർശിക്കാനാകുന്നത്. സതീദേവിയുടെ ദേഹത്യാഗത്തിൽ മനംനൊന്ത് ധ്യാനത്തിലായ മഹാദേവനാണ് ഇവിടെ മണിത്തറയിൽ നിലകൊള്ളുന്നത്. പ്രകൃതിയിൽ തന്നെയുള്ള ഉപാസനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു വർഷക്കാലം ധ്യാനത്തിലാണ് മഹാദേവൻ. വർഷത്തിൽ വൈശാഖ മാസത്തിൽ മാത്രമാണ് 28 ദിവസം ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാറുള്ളത്. ഒറ്റപ്പിലാൻ എന്ന ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇവിടേക്ക് പ്രവേശനം ഇല്ല. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമെന്നും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യന്മാരുടെ ഉത്സവമെന്നും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവമെന്നുമാണ് വിശ്വാസം. ഞെട്ടിപ്പനയോല കൊണ്ടാണ് ഇവിടെ കാണുന്ന കയ്യാലകൾ നിർമ്മിച്ചിരിക്കുന്നത്. വാളറയിൽ വാളുകൾ സൂക്ഷിക്കുന്നു. ഈ വാളുകൾ ഇവിടെ വന്നു ചേർന്നാൽ മാത്രമേ ഉത്സവം തുടങ്ങുകയുള്ളൂ. 4 വാളുകളാണ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും വലിയ വാൾ മുതിരേരി എന്ന സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ദക്ഷയാഗം അലങ്കോലപ്പെടുത്തിയ ശേഷം ദക്ഷന്റെ ശിരസ് ഛേദിച്ച് വലിച്ചെറിഞ്ഞ വാൾ മുതിരേരിയിൽ ചെന്നു വീണു. ആ വാൾ ഉത്സവ സമയത്ത് മേൽശാന്തി മുതിരേരി, അതായത് വയനാട് ജില്ലയിൽ നിന്നും മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു ഊർജത്തോടെ ഓടി പാൽച്ചുരം വഴി ക്ഷേത്രത്തിൽ എത്തിക്കുന്നു. ബാക്കി വാളുകൾ സപ്താപുരം, അതായത് ചപ്പാരം ക്ഷേത്രത്തിലെ വാളുകളാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടേതാണെന്നാണ് ഐതിഹ്യം. ഈ വാളുകളും ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. പ്രകൃതിയുടെ മുഴുവൻ ഊർജപ്രവാഹമായ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുസന്നിധിയാണ് ഇത്. തിരുവഞ്ചിറ അല്ലെങ്കിൽ രുദ്രച്ചിറ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയുടെ സ്വരൂപവും പരശുരാമ സാന്നിധ്യവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്കറിയാം. ഇതാണ് ദക്ഷയാഗം നടത്തിയ ഭൂമി. പുരാതനമായ ആചാരങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താത്ത ആരാധനാ രീതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മാറക്കല്ലാണ്, അതായത് അമ്മ മറഞ്ഞ കല്ല്. ദീപം തെളിയിച്ച് ഓലക്കുടയും മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് സതീദേവി ദേഹത്യാഗം ചെയ്തത്. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം അല്ലാതെ മറ്റു വിഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയില്ല. ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോ അവകാശികളാണുള്ളത്. ഓരോ സമുദായത്തിലെ അംഗങ്ങളാണ് ഇവർ. ഓരോരുത്തർക്കും ഓരോ കയ്യാലകളുണ്ട് ഇവിടെ. പാലോന്ന്, കണക്കപ്പിള്ള, തിടപ്പള്ളി, ദേഹണ്ണം, കൂത്ത്, കൂവൻ നമ്പീശൻ, കലാശമണ്ഡപം, ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ടാണ് ഈ കയ്യാലകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഈ കയ്യാലകളിൽ പ്രത്യേക വ്രതം അനുഷ്ഠിച്ചും ധ്യാനത്തിലും ഒരു പ്രത്യേക തപസ്സിലാണ്. ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിലെ അടുപ്പ് 28 ദിവസവും അണയാതെ തന്നെ നേദ്യം പാകം ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും വിറകരിഞ്ഞാലും ചാരം വാരാൻ വേണ്ടി കാണില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ചാരം അത്രയും ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നു എന്നതാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം പറഞ്ഞാൽ ശിവന്റെ ഭൂതഗണങ്ങൾ ഈ ചാരം വാരി മാറ്റുന്നു എന്നതുമാണ്. ഏതായാലും 28 ദിവസം എരിയുന്ന അടുപ്പിൽ ചാരം കാണില്ല എന്നത് അത്ഭുതം തന്നെയാണ്. നെയ്യാട്ടം, ഇളനീർവെപ്പ്, ആലിംഗന പുഷ്പാഞ്ജലി, വാളാട്ടം,
എന്നിവയെല്ലാം ഇവിടുത്തെ പ്രത്യേകം ആചാരങ്ങളാണ്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പതിവ് ശീവേലികൾ ഉണ്ടായിരിക്കും. 2 ആനകളാണ് ശീവേലിക്ക് ഉപയോഗിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ ശീവേലിക്ക് ഉപയോഗിക്കുന്ന ഗജവീരന്മാർക്ക് യാതൊരു അലങ്കാരങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. മുന്നിലായി എഴുന്നള്ളുന്നത് പാർവതീദേവിയും പിന്നിലായി പരമശിവനുമാണ് എഴുന്നള്ളുന്നത്. അവസാനത്തെ 4 ദിവസങ്ങളിൽ പാർവതീദേവിയുടെ ഗജവീരന് സ്വർണ്ണ നെറ്റിപ്പട്ടവും ഭഗവാന് വെള്ളി നെറ്റിപ്പട്ടവും അണിഞ്ഞിരിക്കുന്ന ഗജവീരന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത്. ഇളനീർ അഭിഷേകത്തിനുള്ള ഇളനീർ കൊണ്ടുവരുന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 121 ഇളനീർ മഠങ്ങളിൽ നിന്നാണ്. ഇവരോരോരുത്തരും കഠിന വ്രതം നിന്നാണ് ഇളനീർ സമർപ്പണം നടത്തുന്നത്. സ്വയംഭൂവായ ശിവപാർവതി സങ്കല്പമാണ് ഇവിടെ. അതിനാൽ ഇവിടെ നിഗൂഢമായ തന്ത്രങ്ങളും ആചാരങ്ങളുമാണ് നടത്തുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രം കൂടിയാണ് ഇവിടെ. ഇവിടെ അന്തർജനങ്ങൾ പ്രവേശിക്കരുത് എന്നൊരു ആചാരവുമുണ്ട്. രാജകുടുംബത്തിലെ കുട്ടികളും പ്രവേശിക്കാറില്ല. കയ്യാലകളിൽ കഴിയുന്ന ഓരോ വിഭാഗക്കാരും കഠിന വ്രതത്തിലും പ്രത്യേകം ധ്യാനത്തിലും ആണ്. അങ്ങനെ ഒരു പ്രത്യേക തപസ്സിൽ കഴിയുന്ന ഇവർ 27 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം മണ്ണിൽ തന്നെ ലയിപ്പിച്ച ശേഷം അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലേക്കാണ്. ക്ഷേത്രത്തിലെ ഗൂഢമായിട്ടുള്ള ആചാര രീതികളാണെന്ന് പറഞ്ഞുവല്ലോ. ഇവിടുത്തെ മറ്റൊരു ആചാരമാണ് ആയില്യാർക്കാവിലെ അപ്പട നൈവേദ്യം.
അപ്പടെ രുചിച്ചു നോക്കുമ്പോൾ കയ്പ് അനുഭവപ്പെട്ടാൽ ആ ആൾ അടുത്ത ഉത്സവത്തിന് കാണില്ല എന്നതാണ് ഐതിഹ്യം. ആ ആൾ മരണപ്പെട്ടു പോകും. അപ്പോൾ തന്നെ ആ ആചാരം അടുത്ത വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് വേണ്ടത്. കൊട്ടിയൂർ ഉത്സവത്തിലെ അവസാന ആചാരമാണ് ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി ആരാധനാ ദിവസമാണ് ഇത് നടത്തുന്നത്. ദേവിയുടെ ദേഹത്യാഗത്തിൽ മനംനൊന്ത് ഭഗവാൻ സംഹാരരുദ്രനായി. പരമേശ്വരനെ ശാന്തനാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തുടർന്ന് ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു പരമേശ്വര പാദങ്ങളിൽ നമസ്കരിക്കുകയും മഹാദേവനെ ഭക്തിപുരസരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. മഹാദേവനെ ആലിംഗനം ചെയ്ത് ശാന്തനാക്കിയതിൻ്റെ പുനരാവിഷ്കാരമായിട്ടാണ് ആലിംഗന പുഷ്പാഞ്ജലി ഇപ്പോഴും നടത്തപ്പെടുന്നത്. കോലത്ത് നാട്ടിലെ കുറുമാത്തൂർ ഇല്ലത്തിലെ അവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി. ഇല്ലത്തെ മൂത്ത കാരണവർക്ക് മാത്രമേ ഇതിനുള്ള അവകാശമുള്ളൂ. ഈ രുദ്രച്ചിറയിൽ എത്ര നേരം സമയം ചെലവഴിച്ചാലും നമുക്ക് മതിയാകാറില്ല. അടുത്ത തവണയും വരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് അവിടെ നിന്നും മടങ്ങുന്നത്. അങ്ങനെ ദർശന പുണ്യത്താൽ സായുജ്യം നേടി ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അവിടെയും നമസ്കരിച്ചാൽ മാത്രമേ കൊട്ടിയൂർ ദർശനത്തിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. പ്രധാന പൂജകളൊന്നും ഈ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ നടത്താറില്ല. ഇതാണ് ആയില്യർക്കാവ്. ഇവിടെ ആർക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കൊട്ടിയൂരിലെ ഓടപ്പൂ. ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വരുമെന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.